ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അർണൂസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തലശ്ശേരിക്കാരുടെ സ്വന്തം കല്ലുമ്മക്കായായിട്ടാണ്. കല്ലുമ്മക്കായ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അർണൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കല്ലുമ്മക്കായ വാങ്ങുന്ന മുതലുള്ള വീഡിയോസാണ് ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ വാങ്ങുന്നത് കണ്ണൂർ ജില്ലയിലെ പാനൂർ എന്ന സ്ഥലത്തു നിന്നാണ്. ഏകദേശം പാനൂരിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള പൂക്കോം എന്ന സ്ഥലത്തുള്ള ഫിഷ് മാർക്കറ്റിൽ നിന്നാണ് ഞാൻ കല്ലുമ്മക്കായ വാങ്ങുന്നത്. പാനൂർ എന്ന സ്ഥലത്ത് എനിക്ക് ഒരാവശ്യമുള്ളതുകൊണ്ട് ഞാൻ പോയതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിയതേ ഉള്ളൂ. നമുക്ക് തലശ്ശേരിയൊക്കെ ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ പൂക്കോമുള്ള ഫിഷ് മാർക്കറ്റ് വളരെ തിരക്കുള്ളൊരു ഏരിയയാണ്. അപ്പോൾ കണ്ടോ, ഇപ്പം തന്നെ ഒരുപാട് ആളുകളുണ്ട് ഇതിൽ ഫിഷ് വാങ്ങാൻ. നല്ല ഫ്രഷ് മീനായിരിക്കും അവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മീനിനൊക്കെ പൈസ നല്ല കുറവുണ്ട്. നമ്മുടെ ബാംഗ്ലൂർ അപേക്ഷിച്ചിട്ട് നാട്ടിൽ മീൻ നല്ല പൈസ വ്യത്യാസമുണ്ട്. കണ്ടോ, നല്ല മീനാണ്, നല്ല ഫ്രഷ് മീനാണ് ഇവിടെ ലഭിക്കുന്നത്. കണ്ടോ, ഒരുപാട് മീനുണ്ട്. കരിമീൻ അടക്കം എല്ലാ മീനും ഇവിടെ കിട്ടും. ഒരാൾ വലിയ തെരണ്ടി എന്ന് പറഞ്ഞ മീൻ കട്ട് ചെയ്യാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഞാൻ കല്ലുമ്മക്കായ വാങ്ങി വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത കല്ലുമ്മക്കായ ഇതാണ്. നന്നായിട്ട് പുറക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത കല്ലുമ്മക്കായാണിത്. അപ്പോൾ ഈ കല്ലുമ്മക്കായ നമ്മൾ ആ കറിയൊക്കെ വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷമാണ് കല്ലുമ്മക്കായ നമ്മൾ ഇത് പൊളിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കല്ലുമ്മക്കായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നേരിട്ട് തന്നെ പച്ച കല്ലുമ്മക്കായ കൈയൊക്കെ മുറിയാതെ സൂക്ഷിക്കണം. ഇങ്ങനെ ഒരു കത്തി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കല്ലുമ്മക്കായക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന്. ചില ആൾ പല രീതിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് ചെയ്യുക. കല്ലുമ്മക്കായ വാങ്ങി ജസ്റ്റ് കൈയൊന്നും മുറിയാതെ ഇങ്ങനെ പച്ചയോടെ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ ഇതാക്കിയാൽ മതി. ഫുള്ളായിട്ട് കിട്ടണ്ട, അതിൻ്റെ ഉള്ളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചിലവരിത് ചൂടാക്കിയിട്ട് 2 പീസാക്കി എടുത്തിട്ടാണ് ചിലവർ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ അധികം ഇങ്ങനെ തന്നെയാണ് ഈ നാട്ടിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയാണ് ഞാൻ ഈ റെസിപ്പിയിലിട്ടത്. അപ്പോൾ നമുക്കെല്ലാ കല്ലുമ്മക്കായ അങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ എല്ലാ കല്ലുമ്മക്കായ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അരി അരക്കാൻ പോവാണ്. പുയിങ്ങലരി തലേ ദിവസം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. നന്നായിട്ട് അരയേണ്ട, ജസ്റ്റ് ഒരു തരിതരിപ്പ് വേണം അതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് തേങ്ങയും ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ഞാൻ അരവ് കാണിച്ചു തരാം. ഇതാണ് അരവിൻ്റെ ഒരു പാകം. ഒരു ചെറിയ തരിതരിപ്പ് വേണം, നന്നായിട്ട് അരഞ്ഞു കിട്ടേണ്ട ചെറിയൊരു തരിതരിപ്പ്. ഓൾറെഡി ഞാൻ അരച്ച് കഴിഞ്ഞതാണ്. ഉപ്പും കൂടി ഇട്ട് അരച്ച് വെച്ചതാണ്. അപ്പോൾ കുറച്ച് പെരിഞ്ജീരകവും തേങ്ങയും പിന്നെ ഒരു ഉള്ളി കൂട്ടുന്നൊക്കെ ഉള്ളി കൂട്ടാവുന്നതാണ്, ചെറിയ ഉള്ളി. ഞാൻ ഇതിൽ കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് പാകം. ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുത്ത് ഇങ്ങനെ കിട്ടണം. വെള്ളം കൂടി പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച കല്ലുമ്മക്കായയിൽ കുറച്ച് മാവ് വെച്ചിട്ട് ഇതിൽ നിറച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ നമുക്ക് അങ്ങനെയെല്ലാം നിറച്ചെടുക്കാം.
അപ്പോൾ എൻ്റെ എല്ലാ കല്ലുമ്മക്കായ നിറച്ചെടുത്തിട്ടുണ്ട്. ഇത് ചിലവർ നൂലിട്ട് കെട്ടിയിട്ടാണ് വേവിക്കുക, സ്റ്റീം ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിത് കെട്ടാണ്ടാണ് സ്റ്റീം ചെയ്ത് ആവിയിലിട്ട് വേവിക്കുന്നത്. അപ്പോൾ ഓൾറെഡി വെള്ളം ചൂടായിട്ടുണ്ട് നന്നായിട്ട്. ഞാൻ ഇതിങ്ങനെ തന്നെയാണ് ആവിയിലിട്ട് വേവിക്കുന്നത്. ചിലവർ മാവ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നൂലിട്ട് കെട്ടി കൊടുക്കും. ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണോ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാനങ്ങനെ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. പതിനഞ്ച് 20 മിനിറ്റ് നമ്മൾ ഈ കല്ലുമ്മക്കായ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്ത് വെക്കണം. എന്നാലേ ഈ കല്ലുമ്മക്കായൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ അരിയൊക്കെ വേകണം. അപ്പോൾ അതുവരെ ടൈം നമുക്ക് കൊടുക്കാം. ഏകദേശം ഒരു 20-25 മിനിറ്റ് ഞാനിത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ടോ, വെന്തിട്ട് നന്നായിട്ട് ആവിയൊക്കെ പോയി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ തൊലി മാറ്റിയെടുക്കണം. ഈ കല്ലുമ്മക്കായുടെ മേലത്തെ തൊലി മാറ്റിയെടുത്ത് നമ്മൾ അടിയിലത്തെ മാവ് മാത്രമാക്കി എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാം. കുറച്ച് തണിഞ്ഞ ശേഷമാണ് ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ പറിച്ചെടുക്കുന്നത്. അതാണ് കണ്ടോ, കല്ലുമ്മക്കായ അരിത്തിലേക്ക് പറ്റി പിടിച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനി ആ കല്ലുമ്മക്കായ ആയി വരികയെന്ന് കണ്ടോ. ഈ അരിമാവിലൊക്കെ കല്ലുമ്മക്കായുടെ ഇത് വെന്തിട്ട് അതിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. ഏകദേശം എല്ലാത്തിനും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. കല്ലുമ്മക്കായ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ടോ, അരിയുടെ ഇടയ്ക്കായിട്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ ഒരു ഫ്രൈ ചെയ്തെടുക്കണം. ഇതാണ് തൊലിയൊക്കെ ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വേണ്ടത് പിന്നെ ഒരു മാവ്, ഒരു ബാറ്റർ തയ്യാറാക്കണം പൊരിച്ചെടുക്കാൻ വേണ്ടി ആയിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു പാനിൽ 3 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇവിടെ എല്ലാവരും മുളക് പൊടി തന്നെ ചേർക്കുക. കാരണം വെച്ചാൽ നല്ല എരിവുള്ളൊരു സംഭവമാണ് കല്ലുമ്മക്കായ. അപ്പോൾ അതിന് കുറച്ചൊരു ഉപ്പ്, കാരണം ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്. അരിയിലൊക്കെ ഉപ്പ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്ക് മാത്രമേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുള്ളൂ ഞാൻ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മസാല ഒന്ന് കലക്കിയെടുക്കാം. ഈ കല്ലുമ്മക്കായ എല്ലാം ഈ ഉപ്പും മുളകിലൊക്കെ നന്നായിട്ട് പിടിക്കണം. ആ രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം ഏകദേശമാണ് പാകം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കല്ലുമ്മക്കായ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിൽ മിക്സ് ചെയ്തെടുക്കണം. എല്ലാ കല്ലുമ്മക്കായയിൽ നന്നായിട്ട് ഈ മുളകും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നമുക്കെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് ഇതിലേക്ക് എല്ലാം എരിവൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്നില്ല നിങ്ങൾക്ക് നേരിട്ട് ഫ്രൈ ചെയ്താലും മതി. പിന്നെ ഇത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യണം. ഒപ്പരാണ് മിക്സ് ചെയ്യുന്നത്, കാരണം ഒന്നിനും മുളക് പൊടി കൂടിപ്പോയെന്ന് വേണ്ട. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒപ്പരം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ പാനിൽ ഒപ്പരം ചെടിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഞാൻ ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചൂടാകാൻ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് മതി. നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന രീതിയിലാണ്. അത് പൊരിക്കുക. ഓവറായിട്ട് വെളിച്ചെണ്ണ ഇതിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗം ഒരേപോലെ ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കല്ലുമ്മക്കായ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ള കല്ലുമ്മക്കായോട് ഞാൻ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടു. കാരണം ഓൾറെഡി എല്ലാം വെന്തതാണ്. നമ്മളിതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടത് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യണം. അത്രയേ വേണ്ടു. കാരണം കല്ലുമ്മക്കായ ഓൾറെഡി ഞാൻ സ്റ്റീം ചെയ്ത് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ എൻ്റെ കല്ലുമ്മക്കായ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.